ഹായ്, ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു 4 മണി പലഹാരമായിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും പരിചിതമായ ബോണ്ട, അതിനെ ഉണ്ടംപൊരി എന്നും പറയും, പല പേരുകളുണ്ട്, ഉണ്ടക്കായ എന്നും പറയും, പല സ്ഥലങ്ങളിൽ പല വിധത്തിലാണ് പറയുന്നത്. നമ്മളിവിടെ സാധാരണ പറയുന്നത് ബോണ്ട അല്ലെ ഉണ്ടംപൊരി. അതാണ് അതുണ്ടാക്കാനായിട്ടുള്ള റെസിപ്പിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാം. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി സാധാരണ ആരും ഉപയോഗിക്കാറില്ല, കാരണം നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവ, 1/2 കപ്പ് ശർക്കര പാനിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ചെറിയൊരു തേങ്ങ 1 മുറി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വറുത്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇത് 3 പഴം ഏറ്റവും നല്ലത് പാളയംകുടം പഴമാണ്. പിന്നെ ഏത് പഴം ഇട്ടും ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ നല്ലത് പാളയംകുടം പഴം ഉപയോഗിക്കുന്നതാണ്. ആദ്യം നമുക്ക് പഴവും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പഴവും പഞ്ചസാരയും കൂടെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പൊടികൾ ഇട്ടിളക്കണം. അത് കുറച്ചിട്ട് ഇളക്കട്ടെ. മൈദ ഇട്ടു. ഇനി അരിപ്പൊടി, ഇനി റവ, നമ്മുടെ പാനി, ശർക്കര പാനി, ഇതിനുള്ള ഉപ്പ്, കാരണം മധുരം ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കണം. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തത്, ഏലക്കായും ജീരകം കൂടെ പൊടിച്ചത് ഈ കൂട്ടത്തിൽ ഇട്ടിളക്കാം. നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവെല്ലാം നല്ല ഇതായിട്ട് ഇളക്കിയെല്ലാം വെച്ചിട്ട് എല്ലാം ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഈ തേങ്ങയും കൂടെ വറുത്ത് ഉണ്ടാക്കാൻ നേരം 2 മണിക്കൂർ നമുക്കിത് വെച്ചേക്കണം. എന്നാലേ നല്ല മയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ തേങ്ങ വറുത്ത് ഇതിൻ്റെ കൂടെ ഇളക്കി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് 2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവ് കുഴച്ച് 2 മണിക്കൂറാണ് വെക്കേണ്ടത്. 2 മണിക്കൂറായി. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇതിനകത്ത് ചെയ്യാനുള്ളത്, നമ്മളിത് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ടിട്ട് ഇളക്കണം. ഇതുകൊണ്ടിട്ട് ഇളക്കിച്ച് നമ്മൾ ഇത് ബോണ്ട ഉരുട്ടി വറുത്തെടുക്കേണ്ടത്. ഇത് നല്ലപോലെ ഇട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്ക് അടുത്ത് ചെയ്യാം. തേങ്ങക്കൊത്ത് ലാസ്റ്റേ എടുത്തുള്ളൂ, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ. കയ്യെ പറ്റാതിരിക്കണ്ട് ഒരു മയം തൂക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ കയ്യെ പറ്റത്തില്ല. നമുക്ക് ഓരോ ഉരുളയായിട്ട് നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം ഇത് ഉരുട്ടിയിടാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുറമെല്ലാം കരിഞ്ഞും പോവും, അകം വേഗത്തുമില്ല.
അടച്ച് വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മയം കുറവായിരിക്കും. നമ്മൾ 2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് പറഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ ഉരുട്ടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ല സൈഡും വെന്ത് അകവും വെന്ത് വേണം നമുക്കിത് ഊരിയെടുക്കാൻ. ഇതൊരു 4 മണി പലഹാരമാണ്. ഇതിന് പല പേരാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. ബോണ്ട എന്ന് പറയും, പഴം കേക്ക് എന്ന് പറയും, ഉണ്ടംപൊരി എന്ന് പറയും, ഉണ്ടക്കായ എന്ന് പറയും. പല പേരുണ്ട് പല സ്ഥലങ്ങളിൽ. നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ ബോണ്ട, ഉണ്ടംപൊരി ഇങ്ങനെ 2 പേരുകൾ പറയാറുണ്ട്. വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. പിന്നെ 2 മണിക്കൂറൊന്നും നമ്മൾ ഇതെല്ലാം ചേർത്തൊന്ന് സെറ്റാകാൻ വെക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ സമയം. അല്ലാതെ വേറെ വലിയ പണിയുള്ള കാര്യമില്ല, എളുപ്പത്തിലുണ്ടാക്കാം. നമ്മുടെ ബോണ്ട റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പം നല്ല ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ എണ്ണ ഒത്തിരി ഇത് പിടിക്കും. നമ്മുടെ ബോണ്ട റെഡിയായിട്ടുണ്ട്. നമ്മൾ എത്രയും അളവ് സാധനങ്ങൾ, അതായത് 1 കപ്പ് ആട്ട, 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 പഴം ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. അരിപ്പൊടിയൊക്കെ ഇട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബോണ്ട റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെയും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. ചായയുടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നിടം വരെ ബൈ.